ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ടൈം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തത് ഐ തിങ്ക് ബേബിയുടെ ഡെലിവറി ടൈമാണ്. ഇപ്പോൾ ബേബിക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് 6 മന്തായി. ഇതുവരെ അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ആക്റ്റീവ് ആകാനുള്ള സമയം കിട്ടിയില്ല എന്നതാണ് സത്യം. സോ അപ്പോൾ വിചാരിച്ചു റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് നമ്മുടെ ബേബി 6 മന്ത് ഓൾഡ് ബേബി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോർണിംഗ് തന്നെ ഞങ്ങൾ വേക്കപ്പൊക്കെ ചെയ്തു. ബേബി ഫീഡ് കഴിഞ്ഞു, കുറച്ച് നേരം കളിച്ചു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബേബി വീണ്ടും ഉറങ്ങുകയാണ്. സോ ഇനി ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഹസ്ബൻഡ് മോർണിംഗ് തന്നെ ഷിഫ്റ്റിന് പോയി. 12 hour ഷിഫ്റ്റാണ്. മോർണിംഗ് ഒരു 7:20 ഒക്കെ ആയപ്പോൾ തന്നെ ഇവിടുന്ന് പോയി. അപ്പം ഇന്ന് ഞാനും ബേബിയും മാത്രമുള്ള ഡേ ആണ്, ഓഫ് ഡേ ആണ്. ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കീപ്പ് ഇൻ ടച്ച് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് വീക്ക്ലി 1 ഡേ ഇപ്പോൾ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം? എനിക്ക് ശരിക്കും നല്ല മടിയാണ് വർക്കിന് പോവാൻ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരുന്നിട്ട് 1 ഡേ ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഒത്തിരി പേരെ കാണും, ഒത്തിരി പേരോട് സംസാരിക്കും. സോ അങ്ങനെ ഒരു മൈൻഡിന് ഭയങ്കര ഒരു റിലീഫാണ്. പക്ഷെ മടിയാണ്. സോ നിങ്ങളുടെ ആഫ്റ്റർ മെറ്റേണിറ്റി ഡേ എങ്ങനെയുണ്ടായിരുന്നു? ആഫ്റ്റർ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടുള്ള വർക്ക് എങ്ങനെയുണ്ടായിരുന്നു? കമൻറ്റ് ബിലോ. സോ മോർണിംഗ് ബേബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇനി നമ്മൾ കൊടുക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഡേയ്സ് ആയി. സോ ഇപ്പം ഓരോ ദിവസവും ഓരോന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഹലോ, സേ ഹായ് ടു മമ്മാസ് വ്ലോഗ്. അങ്ങനെ 11 ഇപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഉറക്കം എണീറ്റ് നമ്മുടെ ബേബി കോമ്പിനേഷൻ ഫീഡിങ് ആണ്, ബോത്ത് ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് ഫോർമുല മിൽക്ക്. സോ നമ്മുടെ ഈ റുട്ടീൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് അവൻ വേക്കപ്പ് ആയിട്ട് കുറച്ച് പാല് കുടിച്ച് കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചിറ്റുവിനായിട്ട് പ്രിപ്പയർ ചെയ്തത്, ചിറ്റു അല്ല, നമ്മൾ ഇഷ്ടമുള്ള പേര് വിളിക്കും. അവൻ്റെ യഥാർത്ഥ പേര് ഋത്വിക് എന്നാണ്. യഥാർത്ഥ പേര് മീൻസ് റിയൽ നെയിം. അപ്പോൾ ഋത്വിക് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടം കൂടും എന്ത് പേരും വിളിക്കും. ഇന്ന് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരിയാണ് പ്രിപ്പയർ ചെയ്തത്. സോ അതാണെന്ന് ബേബി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നത്. 6 മന്ത് സോളിഡ് സ്റ്റാർട്ട് ചെയ്ത ബേബീസിനായിട്ട് ബേബി ഫുഡ് റെസിപ്പീസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ബേബിക്ക് കൊടുക്കുന്ന ബേബി ഫുഡ് റെസിപ്പീസ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഡേയ്സ് ആയി. സോ ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇനിഷ്യൽ ഡേയ്സിൽ 3 days ഒരു സോളിഡ് ഫുഡ് എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരിയാണ്. പിന്നെ നിങ്ങളുടെ ബേബീസിനൊക്കെ 6 മന്ത് ആയപ്പോൾ എന്ത് ഫുഡാണ് ഫാൻസി ആയിട്ട് ട്രൈ ചെയ്തത്? മീൻസ് റാഗി കുറുക്ക്, സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരി, ക്യാരറ്റ് പ്യൂരി, ആപ്പിൾ പ്യൂരി. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ചെയർ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ബേബിനെ കയ്യിൽ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് ഞാനൊരു മെറ്റേണിറ്റി പില്ലോ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇരുത്തിയിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇനി ഹൈ ചെയറൊക്കെ മേടിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹൈ ചെയറൊക്കെ മേടിച്ചിട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് പല അമ്മമാരും പറയുന്നത് ഹൈ ചെയർ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഗെയിം ചേഞ്ചറാണ്. സോ അതത്ര നമുക്കത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി മെസ്സ് അവൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്. എങ്ങനെയാ ചുറ്റും അമ്മ കഴിക്കുന്നേ?
മമ്മ കഴിച്ചു. മമ്മ എങ്ങനെയുണ്ട്? നീ എങ്ങനെയായിരുന്നു? ഇഷ്ടായില്ല. ചിട്ട് 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 ചില്ലുകുട്ടി, ചക്കരക്കുട്ടി. നോട്ട് അറ്റ് ആൾ ഇൻട്രസ്റ്റഡ് ഫോർ മമ്മീസ് വ്ളോഗ്. ഹലോ ഷാർ, ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യുക? ഹലോ, എന്താണ്? എന്ത് ബഹളമാണ് താങ്കൾ? ചിറ്റു ചിറ്റു ചിറ്റു. എന്റെ തലയിൽ ഈ മുടി ഇങ്ങനെ പൊങ്ങി വെച്ചുന്നത്. നീ വലുതാകുമ്പോ അമ്മയുടെ വ്ളോഗൊക്കെ കാണുമോ? അപ്പൊ അതിൽ നിന്റെ കുഞ്ഞിലത്തെ ഉള്ള നിന്നെ കാണാൻ പറ്റും. ഓ ശരിക്ക് നീ കുഞ്ഞുവാവ ആയിരുന്നപ്പോ എങ്ങനെയെന്ന് നിനക്ക് ഈ വ്ളോഗിലൊക്കെ കാണാൻ പറ്റുമോടാ? ശരിക്ക് അമ്മയുടെ കൊച്ചിലത്തെ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്ത് ചെയ്യുക അവിടെ? അവിടെ എന്ത് ചെയ്യുക? ഹലോ, മൂക്ക് ചെപ്പിച്ച് വെക്കല്ലേ, മൂട്ട്. എന്ത് ചെയ്യുക അവിടെ? ഇനിയിപ്പോ ചിറ്റുവിന്റെ പ്ലേ ടൈമാണ്. ചിറ്റുവിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ദാ ഇവനുണ്ട്, ഇവനുണ്ട്, ഇവനുണ്ട്. അല്ലേ ചിറ്റു, ഒത്തിരി ഫ്രണ്ട്സ് ഇല്ലേ വാവയ്ക്ക്? സോ ചിറ്റു ഇവിടെ കിടന്ന് എൻജോയ് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കിടക്കാം. സോ ബേബി അവിടെ കളിയിലാണ്. ആ സമയം കൊണ്ട് തന്നെ അവ ഇവിടെ കിടപ്പുണ്ട്. നമുക്കിവിടെ നിന്നുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വന്നൊന്ന് ഫോൾഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഹലോ, അവിടെ ഒരാൾ ഭയങ്കര കളിയിലാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. സോ വീട്ടിനകത്തൊന്നും വലിയ തണുപ്പില്ല, ചൂട് വന്നു തുടങ്ങി. നാട്ടിൽ ഒത്തിരി ചൂടാണെന്ന് വീട്ടിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മുടെ ബേബി കളിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ ലഞ്ചിന് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരിച്ചിരി മതി, കാരണം ഓൾറെഡി ഹസ്ബൻഡ് ലഞ്ച് കൊണ്ടുപോയി കഴിഞ്ഞു. സോ എനിക്ക് ഇച്ചിരി ഉണ്ടാക്കിയാൽ മതി. സോ നമ്മളൊരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ ബഹളം തുടങ്ങി. സോ ആളെ ഇങ്ങ് കൊണ്ട് കിടത്തി എനിക്ക് കാണുന്ന രീതിയിൽ. ദെൻ ബാക്ക് ടു കുക്കിംഗ്. ബിരിയാണിയിൽ ആഡ് ചെയ്യാനുള്ള പ്രോൺസ് റെഡിയായി, റൈസ് റെഡിയായി. അപ്പോഴേക്കും ബേബിക്ക് കൊടുക്കാനുള്ള ലഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ടൈമായി. കൗഗേറ്റിൻ്റെ ബനാന പൊറിഡ്ജാണ് ഇന്ന് കൊടുക്കുന്നത്. സോ ഒരു സ്പൂൺ പൗഡർ എടുത്ത് വാം വാട്ടറിൽ ഓർ ബ്രസ്റ്റ് മിൽക്ക് ഓർ ഫോർമുല മിൽക്കിൽ മിക്സ് ചെയ്തിട്ടാണ് ബേബിക്ക് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ ടൈം കൊണ്ട് തന്നെ പ്രോൺസ് ബിരിയാണിയും ഇവിടെ റെഡിയായി കഴിഞ്ഞ്. ഇതാണ് പ്രോൺസ് ബിരിയാണിയുടെ ഫൈനൽ ഔട്ട്ലുക്ക്. സോ റെസിപ്പി വേണ്ടുന്നുള്ളവർ കമൻറ്റ് ബിലോ, ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബേബി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മോൻ്റെ പ്ലേ ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലുള്ള ഞങ്ങളുടെ 2 വീട്ടിലും വീഡിയോ കോൾ ചെയ്ത് ബേബീനെ കാണിക്കും. ബേബി അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അപ്പോഴത്തേക്കും തന്നെ ബേബീൻ്റെ ഫാദർ വരാൻ വേണ്ടിയിട്ട് ടൈമാകും. സോ നൈറ്റായി. ഒരു 8:20 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലെത്തും. ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണോ? വേണ്ട, ചിക്കൻ റോ, ചിപ്സ് ആസ് വെൽ. ബൈ. എൻ്റെ ഫോണ്. ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് ശേഷം ഇപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ 2 പേരും കൂടെ കിടന്നുറങ്ങും, ഞാനും ബേബിയും. പിന്നെ വീട്ടിലൊക്കെ എണീക്കുമ്പോഴത്തേക്കും 2 വീട്ടിലും വീഡിയോ കോൾ വിളിക്കാൻ ടൈമാകും. വീട്ടിലൊക്കെ വിളിച്ചതിന് ശേഷം നൈറ്റ് ആകുമ്പോഴത്തേക്കും ബേബിനെ ഒന്ന് ചെറിയ രീതിയിലൊരു ഷവർ ബാത്തൊക്കെ കൊടുത്തിട്ട് ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കിടത്തി അങ്ങ് ഉറക്കും.
അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വരും. അപ്പോൾ വന്നതിന് ശേഷമുള്ള സീൻസൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഓഫ് ഡേയിൽ. ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ബേബി ആയിട്ട് റിലേറ്റഡ് ആണ് ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ. സോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. സോ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ മീൻ വ്ളോഗ് റിലേറ്റഡ്, സോ കമൻറ്റ് ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, subscribe, share our video. Thank you so much for watching.